നമ്മുടെ കേരളം നശിച്ചു, ഇനി രക്ഷപ്പെടില്ല. ഇടതുപക്ഷത്തിനെ കൊണ്ട് ഈ പിണറായി വിജയനെ കൊണ്ട് ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. ഈ ലഹരി വേണ്ടെന്ന് വെച്ചാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമുണ്ടോ? അപ്പോൾ സർക്കാരിന് വരുമാനമില്ലല്ലേ? ഞങ്ങളുടെ മക്കളിലൂടെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേറൊരു കാലഘട്ടത്തിലുള്ള ഇതാണ് കാണുന്നത്. ഒരു പേടി പോലെ തോന്നും പിള്ളേരെ കോളേജിലും സ്കൂളിലൊക്കെ വിടുമ്പോൾ. അപ്പം അതുകൊണ്ട് അവൻ അതുപോലെ ജനങ്ങളെ എങ്ങനെ ചെയ്തോ അതുപോലെ അവന് ചെയ്യണം. നമ്മൾ എത്ര പറഞ്ഞാലും കേൾക്കുകയല്ലോ നമ്മുടെ യുവതലമുറയെ. അത് സ്വയം നമ്മൾ ആർജിക്കണം, അതേ പറ്റുള്ളൂ. കേരളത്തിൽ ലഹരി മരുന്നുകളുടെ ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. അതോടൊപ്പം ദിനംതോറും കൊലപാതകങ്ങളുടെ എണ്ണവും. നമ്മുടെ കേരളത്തിൻ്റെ പോക്ക് ഇതെങ്ങോട്ടാണ്? ഇതിനെക്കുറിച്ച് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. ഇപ്പോൾ കേരളത്തിലെ ലഹരി ഉപയോഗങ്ങൾ വർദ്ധിച്ചു വരാം, അതോടൊപ്പം തന്നെ കൊലപാതകങ്ങളും. ഇങ്ങനെയാണ് വാർത്തകൾ നമുക്ക് ഡെയിലി കാണാൻ പറ്റുന്നത്. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു തലമുറയുടെ ഒരു അവസ്ഥ എങ്ങനെയും മാറും? തലമുറയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. എന്തോ പറയാനാ ഒരു കാര്യങ്ങൾ. ഇപ്പോഴത്തെ തലമുറകൾ ഒരു ചിന്തയില്ല, കഞ്ചാവും വെള്ളവും ഒക്കെ അടിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നടക്കുകയല്ലേ. ഇപ്പോൾ എന്തോ പറയാനാ ഒരു കാര്യം. അവർ തന്നെ നന്നാകാൻ നോക്കണം. അവർ സ്വന്തം കുടുംബത്തിൽ നിന്ന് നന്നാകാത്തതുകൊണ്ടാണല്ലോ ഇങ്ങനെ വരുന്നത്. അന്ന് കുടുംബത്ത് പിന്നെ നല്ല രീതിയിൽ നോക്കാത്തത് കൊണ്ട് തന്നെയാണ് അവർ പിന്നെ ഈ രീതിയിലാകുന്നത്. ആവശ്യമില്ലാത്ത ചിലവുകൾ ചോദിക്കുമ്പോൾ കൊടുക്കുക, പൈസകൾ ആവശ്യമില്ലാത്ത പണം വാരി കൊടുക്കുക, അങ്ങനെയല്ലേ ഇപ്പോൾ ന്യൂസിൽ കാണുന്നേക്കാം. എന്തൊരു കഷ്ടമാണ്. ഈ ലഹരി വേണ്ടെന്ന് വെച്ചാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമുണ്ടോ? അപ്പോൾ സർക്കാരിന് വരുമാനമില്ലല്ലേ? അപ്പം മനുഷ്യരൊക്കെ ചത്തോട്ടെന്നാ? അതില്ലാതിരിക്കുന്ന ഏറ്റവും നല്ലത്. ഈ 2025 പറഞ്ഞ പിന്നെ എത്ര കൊലപാതകമായി, ഇപ്പോൾ എത്ര കുഞ്ഞുങ്ങളുടെ ജീവനാണ് പോയത്, എത്ര ആൾക്കാരുടെ ജീവനാണ് പോയത്. ഇതൊരു കഷ്ടമുള്ള കാര്യമല്ലേ? സഹിക്കാൻ പറ്റുന്നില്ല ഓർത്തിട്ട്. മക്കളെയൊക്കെ എങ്ങനെ വളർത്തും, എങ്ങനെ പഠിപ്പിക്കും, എങ്ങനെ സ്കൂളിൽ അയക്കും? ഇടതുപക്ഷത്തിനെ കൊണ്ട് ഈ പിണറായി വിജയനെ കൊണ്ട് ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. ഇനിയും ഇതുപോലെ കൊലയും മയക്കുമരുന്നും ഒക്കെ നടക്കും. അത്രയേ ഉള്ളൂ. കേരളം നശിക്കും. ഒന്നിനും തന്നെ സാധനത്തിനെല്ലാം വിലക്കയറ്റം. ഏത് സാധനത്തിനാണ് വില കൂടാത്തത്? എല്ലാത്തിനും ഒന്നിനും ഇരട്ടി വിലയും. ഇതൊക്കെ തന്നെ ഇനി നടക്കാൻ പോകുന്നു ഇവിടെ. നമ്മുടെ കേരളം നശിച്ചു, ഇനി രക്ഷപ്പെടില്ല. പാവങ്ങളും എല്ലാവരും ഒക്കെ ലഹരി തന്നെയാണ്. നിയന്ത്രിക്കാൻ ആരുമില്ല, മനസ്സിലായ? ആരും നിയന്ത്രിക്കാനില്ല. ഇങ്ങനെ പോവും, അത്രയേ ഉള്ളൂ. അതോടൊപ്പം കൊലപാതകങ്ങളും അതൊക്കെ ഉണ്ടാവും. അതിനും ഒരു നേതൃത്വം കൊടുക്കാനോ അന്വേഷിക്കാനൊന്നും ആരും കാണാനില്ല. ഇതിങ്ങനെ നീണ്ടു പോവും. കാലം അങ്ങനെ ആയിപ്പോയി. ഇവിടെ ഈ രാവിലെ വൈകിട്ട് ഈ സ്ഥലങ്ങളിൽ ഉണ്ടാവില്ല. ഞങ്ങളൊക്കെ ഒരു 7 മണിയാകുമ്പോൾ പോവും. അതിനുശേഷം വരുന്നുണ്ടെന്നാണ് പറഞ്ഞ ആൾക്കാർ, ലഹരിക്കാർ. ഞങ്ങളൊക്കെ അതിന് മുമ്പ് വീട്ടിൽ പോകും, പണി കഴിഞ്ഞ്. ബോട്ടിലെ തൊഴിലാളികളാണ്. നമ്മളെ കൊണ്ട് എന്താ ചെയ്യുന്നത്? എല്ലാവരും കൂടെ സമരത്തിന് ഇറങ്ങുക, ഈ മദ്യനിരോധനത്തിന് വേണ്ടിയുള്ള സമരം ചെയ്യുക, അതെല്ലാം നിർത്തലാക്കിക്കുക. മദ്യവും മയക്കുമരുന്ന് MDA എന്നോ MDMO എന്നോ അതൊക്കെ നമുക്കൊന്നും അറിയാം. അതൊക്കെ ഇല്ലാതാകുകയാണെങ്കിൽ കുറച്ച് കാലങ്ങൾ നമ്മളെ മക്കളൊക്കെ മാതാപിതാക്കന്മാർ എത്ര കഷ്ടപ്പെട്ട് മക്കളെ പഠിക്കാനും മറ്റുള്ള സ്ഥലത്തോട്ടൊക്കെ വിടുന്ന നമ്മളെങ്ങനെ മനസ്സുറച്ച് വിടും? പക്ഷെ ഇങ്ങനെ അടുപ്പിച്ചുള്ള കൊലപാതകങ്ങൾ വരുമ്പോഴാണ് ഇങ്ങനെ അടുപ്പിച്ച് പിടിക്കപ്പെടുന്നത്, അല്ലാതെ ഇങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടോ? അല്ലെന്ന് ഇതിപ്പോൾ ഈ തലമുറയുടെ പോക്ക് ഞങ്ങളെപ്പോലുള്ള കാരണന്മാർ ചിന്തിക്കും. കാരണം ഞങ്ങളും കാരണന്മാരുടെ കീഴിലാണ് വളർന്നത്. ഞങ്ങളുടെ കാലഘട്ടമല്ല ഇന്നിപ്പോൾ ഞങ്ങൾ കാണുന്നത്. ഞങ്ങളുടെ മക്കളിലൂടെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേറൊരു കാലഘട്ടത്തിലുള്ള ഇതാണ് കാണുന്നത്. അവർ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ചിന്തിക്കും അതിനെക്കുറിച്ച്. ഇന്നത്തെ തലമുറയ്ക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ നേരം കിട്ടില്ല. നമ്മുടെ തലമുറ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മോശമായി പോകും. ഇങ്ങനെയുള്ള ഒരു തടയിടാനുള്ള പരിപാടി ചെയ്യണം, മയക്കുമരുന്ന് എല്ലാ കാര്യങ്ങളൊക്കെ. ഇനി നശിക്കാനൊന്നുമില്ല. ഇനി ഈ ഭരണം ഇവിടുന്ന് തറയിലോട്ട് ഇറങ്ങി പോയതിന് ശേഷം നല്ല ആമ്പിള്ളേർ കയറി വരും. ആ സമയത്ത് മാത്രമേ ഇവിടെ കേരളം ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. കേരളത്തിലെ ജനങ്ങളെ പിഴിഞ്ഞ് പട്ടിണിയാക്കി പിന്നെ കൊലയും ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഇപ്പോൾ തന്നെ തൃശ്ശൂർ ഒരു പയ്യനെ കണ്ടില്ലേ, നിസ്സാരമായ ഒരു കാര്യം. എന്നിട്ട് ആരും ചോദിക്കുന്നില്ല. അതുപോലെ തന്നെ മയക്കുമരുന്ന് ഇഷ്ടംപോലെ വരുന്നുണ്ട്. എല്ലാം ഇങ്ങനെ നടക്കും. പിന്നെ അത് കൊലപാതകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഒരു എക്സ്ക്യൂസ് ആയിട്ട് കാണുന്നത് കൊണ്ട് അവരങ്ങനെ തൽക്കാലം ആകണേട്ടേന് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് കൊലപാതകത്തിലേക്ക് ആയിക്കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ ഒരു കൊല നടത്തി,
ഇപ്പം ഇവിടെ കണ്ട തിരുവനന്തപുരത്ത് 3-4 കൊല്ലം അടുത്തില്ലേ, അവന് ജയിലിലിടാൻ പാടില്ല. അവൻ രക്ഷപ്പെട്ടു, അവൻ പിന്നെയും വരും ഭൂമിയിൽ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് അവൻ അതുപോലെ ജനങ്ങളെ എങ്ങനെ ചെയ്തോ അതുപോലെ അവന് ചെയ്യണം. അല്ലെങ്കിൽ അതേ സ്പോട്ടിൽ മറ്റേ നമ്മുടെ എന്താ പറയുക അറബി നാട് ചെയ്യുന്ന പോലെ തൂക്കിക്കൊല്ല. അല്ലാതെ അവൻ ജയിലിൽ കൊണ്ടിടല്ല. അതല്ല അതിന് പ്രതികാരം. അങ്ങനെ ഇടും തോറും അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുള്ളൂ. അതിന് പരിഹാരം കാണണമെങ്കിൽ അവൻ അതേ സ്പോട്ടിൽ കൊല്ലണം, അല്ലെങ്കിൽ നാട്ടുകാരെ വിട്ടുകൊടുക്കുക, അവർ ശരിയായിക്കോളും. എന്താണെന്ന് പ്രവചിക്കാൻ പറ്റിയ അടുത്ത അവസ്ഥയിലൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ, ഒരു 10ാം ക്ലാസ്സുകാരനെ ഭയങ്കര ദാരുണമായ സംഭവമായിപ്പോയി. നടക്കാൻ പാടില്ലാത്തതാണ്, ലഹരി ആയിരിക്കാം. ഓക്കെ, ഇനി ഇതിലും നമുക്കിപ്പോൾ എന്താണ് ചെയ്യാൻ കഴിയുക? സ്വയം നമ്മൾ ബോധവാന്മാരാകണം, എന്നാലേ നമുക്ക് പറ്റുള്ളൂ. നമ്മൾ എത്ര പറഞ്ഞാലും കേൾക്കുകയല്ലോ നമ്മുടെ യുവതലമുറയെ. അത് സ്വയം നമ്മൾ ആർജിക്കണം, അതേ പറ്റുള്ളൂ. ചേച്ചി എന്താ തോന്നുന്നേ? ഒരു മോനല്ലേ? ഇപ്പൊ മോനെ വളർത്തി വരാണല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താണ് മനസ്സിൽ? പേടി തോന്നും, ഒരു പേടി പോലെ തോന്നും പിള്ളേരെയൊക്കെ കോളേജിലും സ്കൂളിലൊക്കെ വിടുമ്പോൾ. ഇപ്പോൾ മക്കളോടൊക്കെ എന്താണ് ഇതിനോടൊക്കെ കുറിച്ച് പറയാറുള്ളത്? മക്കളെന്ന് പറഞ്ഞാൽ എനിക്ക് ആൺമക്കളില്ല, പെൺമക്കളാണ്. അപ്പൊ അങ്ങനെ ആൺമക്കളും പെൺമക്കളും ഇല്ലില്ല. അപ്പോൾ കാരണം നമുക്ക് വലിയ തലവേദന ഇല്ല. അവർ അമ്മ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തു വിടുന്നുണ്ട്. മക്കളുടെ കാര്യത്തിൽ ടെൻഷനില്ല. ആ സമയം ആൺമകനെ അറിഞ്ഞെങ്കിൽ ടെൻഷനാണ്. നമുക്ക് ഇതുപോലെ ഒന്നും പണിയെടുക്കാൻ പറ്റില്ല ആ കണ്ടീഷൻ. എല്ലാ മക്കളും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. കാരണം കാശുള്ളവൻ്റെ വീട്ടിൽ നിന്ന് മക്കൾ കാശും കൊണ്ടുവന്ന് അവന് ഈ നമ്മുടെ സാധാരണക്കാരൻ്റെ മക്കൾക്ക് ലഹരി കൊടുത്തു കഴിയുമ്പോൾ പിന്നെ അവൻ ആ ലഹരി കഴിക്കാൻ വേണ്ടിയിട്ട് അവൻ മറ്റുള്ള കെടുമതികൾ അവൻ ചെയ്യും. അങ്ങനെയും തെറ്റിപ്പോവും. ലഹരി ഏതായാലും നമുക്ക് ദോഷം, അത്രയേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് അവരാലോചിക്കേണ്ട. ബോധം പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഇതൊക്കെ ചെയ്യുന്നതിന് വേറെ ഇതൊന്നുമില്ലല്ലോ. ലഹരിയാണ് ഇതിൻ്റെ പ്രാധാന്യം. ലഹരി എമ്പലാണ്. എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് സർക്കാരാണ്. നമ്മളിവിടെ ഭരിക്കുന്ന സർക്കാരുണ്ട്. ഇവിടെ ഈ സർക്കാരാണ് അതിനെ നിയന്ത്രിക്കേണ്ടത്. സർക്കാർ ഇപ്പോൾ പോലീസിന് ശമ്പളം കൊടുക്കുന്നുണ്ട്, എക്സൈസിന് ശമ്പളം കൊടുക്കുന്നുണ്ട്, ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്നു. ഇതെല്ലാം നേരായ രീതി ഇവിടെ നടത്താൻ സാധിക്കുന്നുണ്ട് സർക്കാരിനെ കൊണ്ട്. സർക്കാരിൻ്റെ വീഴ്ചയാണ് ഈ കാണുന്ന മുഴുവനും. അല്ലെങ്കിൽ പറയുക ഇതൊക്കെ ഈ കഞ്ചാവും ഇതൊക്കെ പിടിക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ 1-2 ദിവസം കൊണ്ട് എന്തോരം സാധനങ്ങൾ പിടിക്കാൻ സാധിച്ചു. അതേമാതിരി ഒരു ഉണർന്നോരടുത്തേക്കണമെങ്കിൽ സാധിക്കില്ല. ഈ പ്രസ്ഥാനം ഇവിടെ നിൽക്കൂലേ. അപ്പോൾ പിന്നെ ജനങ്ങളും സഹകരിക്കും അതിനോട്. ഇത് ജനങ്ങളിപ്പോൾ ഒരു കഞ്ചാവ് കച്ചവടക്കാരനെ ഇപ്പോൾ ഞാൻ ചെന്നിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ കൊന്നിട്ട് പോകും. സർക്കാർ അത് മുൻകഴി എടുക്കണമെങ്കിൽ ജനങ്ങളും അതിന് കൂടെ ഉണ്ടാവും. അപ്പോൾ ആ പ്രശ്നം തീരും. നമുക്ക് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ഇവർ ഭരണം നിർത്തി വെച്ചിട്ട് ഇവരിറങ്ങി പോകണം. അടുത്ത ഇലക്ഷൻ നടക്കണം, നല്ല ആൺപിള്ളേർ ഭരണത്തിൽ കയറണം, ഏത് പാർട്ടിയായാലും. പക്ഷേ ഇനി ഈ കേരളം ഇനി രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ BJP വരണം. എങ്കിൽ മാത്രമേ ഇപ്പം നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന പോലെ ഇവിടെ ധൈര്യമായിട്ട് ഭരിക്കാൻ പറ്റത്തുള്ളൂ. അതല്ലെങ്കിൽ കോൺഗ്രസ്സിന് തൻ്റെ ഇടമുള്ള ആൺപിള്ളേരുണ്ടെങ്കിൽ വന്ന് ഭരിച്ചാൽ മുന്നോട്ട് പോകാം.